ഒരാൾ സാലറീഡ് ആണെന്ന് വിചാരിക്കും, പക്ഷെ ആൾക്ക് വേറെ ഇൻവെസ്റ്റ്മെന്റും ഇൻകവും ഉണ്ട്. അപ്പൊ അതെങ്ങനെ കാണിക്കും? ഞാൻ പറഞ്ഞല്ലോ, ഒരാളുടെ ഇൻകത്തെ നമ്മൾ ടോട്ടൽ 5 ഹെഡിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 5 ഹെഡിൽ ഏതെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് എംപ്ലോയർക്ക് ഡിക്ലെയർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എംപ്ലോയർ ഇപ്പം ഒരാൾക്ക് ബാങ്കിൽ നിന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്, സേ ഫോർ എക്സാമ്പിൾ 25,000 പെർ മന്ത് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് എംപ്ലോയറെ അറിയിക്കുകയാണെങ്കിൽ നമ്മളുടെ സാലറിയുടെ കൂടെ, സാലറി ഇൻകത്തിന്റെ കൂടെ അതും കൂടെ കൺസിഡർ ചെയ്തതിന് ശേഷം നമ്മൾ TDS പിടിച്ചു വരികയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ TDS എല്ലാ മാസവും കറക്റ്റായിട്ട് പോവുകയും ചെയ്യും. അപ്പം അവസാനം ഒരു ഹ്യൂജ് ലൈബിലിറ്റി റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് വരില്ല. അതേസമയം ഇത് എംപ്ലോയറുടെ അടുത്ത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പം നമ്മൾ ഇത് ഉൾപ്പെടുത്തേണ്ടി വരും. ഉൾപ്പെടുത്തുമ്പോൾ നമുക്കൊരു ലൈബിലിറ്റി എക്സ്ട്രാ വരും. നമ്മളത് ആ ടാക്സ് അടയ്ക്കേണ്ടതും വരും. അപ്പോൾ ഫയൽ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഈ എക്സ്ട്രാ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇത് ശരിക്കും പറഞ്ഞാൽ മിക്ക ആളുകളുണ്ടോ ഇപ്പോൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണവർ, അല്ലാന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ അവരൊക്കെ ചിലപ്പോൾ കൊല്ലത്തിനിടയിൽ വിറ്റിട്ടുണ്ടാവും. അപ്പോൾ അതിന് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇപ്പോൾ ഇനി പറമ്പ് വിറ്റിട്ടായാലും, അതെ, സ്ഥലം വിറ്റിട്ട് ബിൽഡിംഗ് വിൽക്കുന്നവരാകാം, അതെല്ലാം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിലാണ് വരിക. അപ്പോൾ അങ്ങനെ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ അതും അറ്റ് ദി എൻഡ് ഓഫ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ എക്സ്ട്രാ ടാക്സ് അടയ്ക്കണം.